പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: സത്യവേദ പുസ്തകത്തിലെ ഒരു സ്ത്രീയുടെ പേരിലുള്ള ആദ്യ പുസ്തകം. ഉത്തരം രൂത്ത്. ക്വസ്റ്റ്യൻ: എത്ര സ്ത്രീകളെക്കുറിച്ച് രൂത്തിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്? അവർ ആരെല്ലാം? ഉത്തരം 6. നവോമി, രൂത്ത്, ഓർപ്പ, ലേയ, റാഹേൽ, താമാർ. 1-3, 4, 4-11, 12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: രൂത്തിനെ ഉത്തമ എന്ന് പറഞ്ഞത് ആരെല്ലാം? ഉത്തരം ബോവസ്, സ്ത്രീകൾ. 3-11, 4-14, 15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: രൂത്തിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പേര്? ഉത്തരം മഹ്ലോൻ. 4-10. ക്വസ്റ്റ്യൻ: അനങ്ങാതിരിക്ക ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി രൂത്തിനോട്. 3-18. ക്വസ്റ്റ്യൻ: പെറുക്കിയത് എത്ര, അളന്നു കിട്ടിയത് എത്ര? ഉത്തരം പെറുക്കിയത് 1 പറ യവം, അളന്നു കിട്ടിയത് 6 ഇടങ്ങഴി യവം. 2-17, 3-15. ക്വസ്റ്റ്യൻ: ബോവസ് എലിമേലെക്കിൻ്റെ അടുത്ത വീണ്ടെടുപ്പുകാരനാണോ ചാർച്ചക്കാരനാണോ? ഉത്തരം അടുത്ത ചാർച്ചക്കാരൻ. 2-20. ക്വസ്റ്റ്യൻ: നവോമിയുടെ വീണ്ടെടുപ്പുകാരൻ? ഉത്തരം ഓബേദ്. 4-14. ക്വസ്റ്റ്യൻ: എലിമേലെക്കിൻ്റെ കുടുംബത്തിലെ മഹാധനവാനായ വ്യക്തി ആര്? ഉത്തരം ബോവസ്. 2-1. ക്വസ്റ്റ്യൻ: ബോവസ് തിന്നു കുടിച്ച് യവക്കൂമ്പാരത്തിൻ്റെ വശത്ത് ചെന്ന് കിടന്നത് എന്തിനു ശേഷം ആണ്? ഉത്തരം ഹൃദയം തെളിഞ്ഞ ശേഷം. 3-7. ക്വസ്റ്റ്യൻ: ബോവസ് രൂത്തിന് കൊടുത്ത യവം എത്ര? ഉത്തരം 6 ഇടങ്ങഴി. 3-15. ക്വസ്റ്റ്യൻ: ബോവസിൻ്റെ പിതാവ് ആര്? ഉത്തരം സൽമോൻ. 4-21. ക്വസ്റ്റ്യൻ: ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവ എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. 2-20. ക്വസ്റ്റ്യൻ: രൂത്ത് എന്ന പുസ്തകം ആരംഭിക്കുന്നത് ഏത് വാക്കോടു കൂടിയാണ്? ഉത്തരം ന്യായാധിപന്മാർ. 1-1. ക്വസ്റ്റ്യൻ: എലീമേലെക്കിൻ്റെ ഭാര്യ, മക്കൾ, ജന്മദേശം? ഉത്തരം നവോമി, മഹ്ലോൻ, കില്യോൻ, ബെത്ലഹേം. 1-2. ക്വസ്റ്റ്യൻ: എലീമേലെക്കും കുടുംബവും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? ഉത്തരം എഫ്രാത്യർ. 1-2. ക്വസ്റ്റ്യൻ: എലീമേലെക്കും മക്കളായ മഹ്ലോനും കില്യോനും മരിച്ചതെവിടെ വെച്ച്? ഉത്തരം മോവാബിൽ വെച്ച്. 1-3-5. ക്വസ്റ്റ്യൻ: ആര് ന്യായപാലനം നടത്തിയ കാലത്താണ് ബെത്ലഹേമിൽ ക്ഷാമം ഉണ്ടായത്? ഉത്തരം ന്യായാധിപന്മാർ. 1-1. ക്വസ്റ്റ്യൻ: എലീമേലെക്കിൻ്റെ ഭാര്യ ആര്? ഉത്തരം നവോമി. 1-2. ക്വസ്റ്റ്യൻ: എലീമേലെക്കിൻ്റെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം മഹ്ലോൻ, കില്യോൻ. 1-2. ക്വസ്റ്റ്യൻ: എലീമേലെക്കിൻ്റെ കുടുംബം മോവാബിൽ പാർത്തത് എത്ര നാൾ? ഉത്തരം ഏകദേശം 10 വർഷം. 1-4.
ക്വസ്റ്റ്യൻ. അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞവൾ ആര്? ഉത്തരം ഓർപ്പ. 1:14. ക്വസ്റ്റ്യൻ. അമ്മായിയമ്മയായ നവോമിയോട് പറ്റി നിന്ന മരുമകൾ? ഉത്തരം രൂത്ത്. 1:14. ക്വസ്റ്റ്യൻ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം രൂത്ത് നവോമിയോട്. 1:16. ക്വസ്റ്റ്യൻ. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. ആരാരോട് പറഞ്ഞു? ഉത്തരം രൂത്ത് നവോമിയോട്. 1:17. ക്വസ്റ്റ്യൻ. 2 സ്ത്രീകൾ ഒരു പട്ടണത്തിലെത്തിയപ്പോൾ അവരുടെ നിമിത്തം പട്ടണം മുഴുവൻ ഇളകി. ആ സ്ത്രീകൾ ആരെല്ലാം? പട്ടണം ഏത്? ഉത്തരം നവോമി രൂത്ത് ബത്ലഹേമിലെത്തിയപ്പോൾ. 1:19. ക്വസ്റ്റ്യൻ. ബത്ലഹേം നിവാസികളോട് തന്നെ എന്തു പേരിൽ വിളിക്കുവാനാണ് നവോമി ആവശ്യപ്പെട്ടത്? ഉത്തരം മാറ. 1:20. ക്വസ്റ്റ്യൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. 1:20. ക്വസ്റ്റ്യൻ. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. 1:21. ക്വസ്റ്റ്യൻ. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. 1:21. ക്വസ്റ്റ്യൻ. ഏതു കാലത്താണ് നവോമി രൂത്തുമായി ബെത്ലഹേമിൽ എത്തിയത്? ഉത്തരം യവക്കൊയ്ത്തിൻ്റെ കാലത്ത്. 1:22. ക്വസ്റ്റ്യൻ. 1-ാം ദിവസം രൂത്ത് പെറുക്കിയത് മെതിച്ചപ്പോൾ എന്തുമാത്രം യവം കിട്ടി? ഉത്തരം ഏകദേശം 1 പറ യവം. 2:17. ക്വസ്റ്റ്യൻ. ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ. ആരോട് പറഞ്ഞു? ഉത്തരം രൂത്ത് നവോമിയോട്. 2:2. ക്വസ്റ്റ്യൻ. ബോവസ് കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ മറുപടി പറഞ്ഞതെന്ത്? ഉത്തരം യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. 2:4. ക്വസ്റ്റ്യൻ. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ആരോട് ആരെക്കുറിച്ച് പറയുന്നതാണിത്? ഉത്തരം നവോമി രൂത്തിനോട് ബോവസിനെ കുറിച്ച്. 2:20. ക്വസ്റ്റ്യൻ. കുളിച്ചു തൈലം പൂശി കളത്തിൽ ചെന്നവൾ ആര്? ഉത്തരം രൂത്ത്. 3:3. ക്വസ്റ്റ്യൻ. അർദ്ധരാത്രിയിൽ ഒരു സ്ത്രീയെ കണ്ട് ഞെട്ടിത്തിരിഞ്ഞ പുരുഷനാര്? ഉത്തരം ബോവസ്. 3:8. ക്വസ്റ്റ്യൻ. അമ്മായിയമ്മയുടെ അടുക്കൽ വെറുങ്കയ്യായി പോകരുത് എന്ന് പറഞ്ഞവൻ ആര്? ഉത്തരം ബോവസ്. 3:17. ക്വസ്റ്റ്യൻ. നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. ആരോട് പറഞ്ഞു? ഉത്തരം രൂത്ത് നവോമിയോട്. 3:5. ക്വസ്റ്റ്യൻ. നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടയണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് രൂത്ത് പറഞ്ഞത് ആരോട്? ഉത്തരം ബോവസിനോട്. 3:9. ക്വസ്റ്റ്യൻ. ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം.
ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബോവസ് രൂത്തിനോട്. 3:11. ക്വസ്റ്റ്യൻ. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഇസ്രായേലിൽ പണ്ട് ഉണ്ടായിരുന്ന ചട്ടം എന്ത്? ഉത്തരം ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റേവന് കൊടുക്കുക. 4:7. ക്വസ്റ്റ്യൻ. നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്ക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബോവസ് വീണ്ടെടുപ്പുകാരനോട്. 4:4. ക്വസ്റ്റ്യൻ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ആരെല്ലാം? ഉത്തരം റാഹേൽ, ലേയ. 4:11. ക്വസ്റ്റ്യൻ. 7 പുത്രന്മാരെക്കാൾ നവോമിക്ക് ഉത്തമയായിരുന്നവൾ ആര്? ഉത്തരം രൂത്ത്. 4:15. ക്വസ്റ്റ്യൻ. ബോവസ് രൂത്ത് ദമ്പതികളുടെ മകൻ ആര്? ഉത്തരം ഓബേദ്. 4:21. ക്വസ്റ്റ്യൻ. ഇശായിയുടെ പിതാവ്? ഉത്തരം ഓബേദ്. 4:17. ക്വസ്റ്റ്യൻ. രൂത്തിൻ്റെ രണ്ടാമത്തെ ഭർത്താവ്? ഉത്തരം ബോവസ്. 4:10. ക്വസ്റ്റ്യൻ. ദാവീദിൻ്റെ പിതാവ്? ഉത്തരം ഇശായി. 4:22. ക്വസ്റ്റ്യൻ. ബോവസിൻ്റെ ഭാര്യ? ഉത്തരം രൂത്ത്. 4:10. ക്വസ്റ്റ്യൻ. ഓബേദിൻ്റെ ധാത്രിയായി തീർന്നതാര്? ഉത്തരം നവോമി. 4:16. ക്വസ്റ്റ്യൻ. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരെ ജനിപ്പിച്ചു? ഉത്തരം രാമിനെ. 4:18. ക്വസ്റ്റ്യൻ. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ആരെ ജനിപ്പിച്ചു? ഉത്തരം സൽമോനെ. 4:20. ക്വസ്റ്റ്യൻ. ഓബേദിൻ്റെ പിതാവിൻ്റെ പിതാവാര്? ഉത്തരം സൽമോൻ. 4:21. ക്വസ്റ്റ്യൻ. അമ്മീനാദാബിൻ്റെ പിതാവ്? ഉത്തരം രാം. 4:19. ക്വസ്റ്റ്യൻ. ദാവീദിൻ്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ? ഉത്തരം ഓബേദ്. 4:22. ക്വസ്റ്റ്യൻ. ആരാലാണ് ബോവസിൻ്റെ ഗൃഹം ഫേരസിൻ്റെ ഗൃഹം പോലെ ആയിത്തീരുന്നത്? ഉത്തരം ഓബേദാൽ. 4:12. ക്വസ്റ്റ്യൻ. ഞാനൊരു ധനികനാണ്. എൻ്റെ പിതാവ് ഒരു ഇസ്രായേലിയൻ ആണ്. എൻ്റെ മാതാവും പിതാവും വിജാതീയ സ്ത്രീകളാണ്. ഞാൻ ആര്? ഉത്തരം ബോവസ്. രൂത്ത്. 4:21. മത്തായി 1:5. ക്വസ്റ്റ്യൻ. രൂത്തിൻ്റെ പുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 8-ാമത്തെ പുസ്തകം. 4 അധ്യായങ്ങൾ, 85 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.